പാർട്ടി പ്രവേശനം സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടന്നുവെന്ന് UDFിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ സ്ഥിരീകരിച്ചു. BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും ക്ഷണമുണ്ടായിട്ടുണ്ട്. സഹപ്രവർത്തകരും കുടുംബവുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നായിരുന്നു സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രതികരണം. ഓപ്പണായിട്ട് ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് മാണി വിഭാഗം ക്ഷണിച്ചിട്ടുണ്ടോ? അല്ല, കാരണം ഈ കേരള സംസ്ഥാനത്തെ ഏതൊക്കെ പ്രബല പാർട്ടികളുണ്ടോ ആ പാർട്ടികളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അത് അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടികളോ BJP അവർ പോയി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണി അനുകൂലമായിട്ടുള്ളൊരു, അതായത് മികച്ച നേതാവാണെന്ന് പറയുന്നു. സജി നിലപാട് വ്യക്തമാക്കിയാൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. അതാണ് കേരള കോൺഗ്രസിലേക്ക്, അതായത് മാതൃസംഘടനയാണ്. മാണി സാറിന്റെ ചരമവാർഷികം വരികയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തും. അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, എന്റെ കുടുംബാംഗങ്ങൾ, എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അവരുടെ അഭിപ്രായങ്ങൾ നോക്കണ്ടേ? അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചേ ഞാൻ തീരുമാനമെടുക്കൂ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, എന്താണ് സജി പറയുന്നത്? ഒരുപാട് ക്ഷണമുണ്ട് പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും. അതിലൊരു ആശയക്കുഴപ്പത്തിൽ സജി പെട്ടുകിടക്കുന്നു എന്നാണോ, അതോ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ പറയാൻ സമയമായിട്ടില്ല എന്നാണോ? തീരുമാനം എന്തായാലും ഉടനെ ഉണ്ടാകും. ആശയക്കുഴപ്പത്തിനപ്പുറത്തേക്ക് എങ്ങനെ ഒരു തീരുമാനം, അതായത് ഒരു നിർണായക തീരുമാനമായതുകൊണ്ട് തന്നെ അത് കുടുംബവുമായി വരെ ആലോചിച്ചേ എടുക്കും എന്നുള്ള ഒരു നിലപാടിലാണ് സജി ഉള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിൽ നിന്നുമൊക്കെ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. BJPയിൽ നിന്നും ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJPയിലേക്ക് പോകുമോ എന്നുള്ള കാര്യമടക്കം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. കേരള കോൺഗ്രസിലേക്ക് പോകുമോ, ജോസ് കെ മാണി നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ചില ചർച്ചകൾ നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഏത് പാർട്ടിയിലേക്ക് പോകണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ രാഷ്ട്രീയത്തിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുകയാണ്. അതൊരു തനിക്ക് കൂടുതൽ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുത്തത് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നു. എന്തായാലും UDFിലേക്ക് ഒരു മടക്കമില്ല എന്ന് അടിവരയിട്ട് സജി പറയുന്നുണ്ട്. അതിനുള്ള കാരണം മോൻസ് UDFിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ ഇനി ഒരു മടക്കമില്ല എന്ന്. ശരി, അതായത് ലളിതമായി മോൻസുള്ള ഒരു പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ഇല്ല എന്ന് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നുണ്ട്. പക്ഷേ ഏത് പാർട്ടിയിൽ ചേരണം എന്ന കാര്യത്തിൽ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഒപ്പമുള്ളവരുമായും ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ പറയുന്നത്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി കോട്ടയത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകി.